എവിടെ നിന്നാണ് ഒരാളെ കല്യാണം കഴിച്ചാൽ അയാളെ ഉപദ്രവിക്കാനുള്ള ഒരു കൺസെന്റ് എവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? ഓക്കെ, പൂർണ്ണമായിട്ടും നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടത്ര വിദ്യാഭ്യാസം കൊടുത്താൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഏറ്റവും വലിയ കടമ നിങ്ങൾ ചെയ്തു കഴിഞ്ഞു. നമുക്കൊരു കുട്ടിയുണ്ട്. അതാണ് നമ്മളുടെ കാണുന്ന ഏറ്റവും വലിയ നിവൃത്തികേട്. അയ്യോ, ഒരു കല്യാണം കഴിഞ്ഞ ഡിവോഴ്സ് ആയ ഒരു ആളോട് നമ്മൾ എപ്പോഴും ചോദിച്ചു ആ കുട്ടിയുണ്ടോ? നമുക്കിപ്പോ അറിവില്ലാത്ത ഒരാളാണെങ്കിൽ ആ കൊച്ചിന് കുട്ടിയുണ്ടോ? എപ്പോഴും എപ്പോഴും ഉള്ള ഒരു ചോദ്യം, ഞാൻ എപ്പോഴും കേൾക്കാറുള്ള ഒരു ചോദ്യമാണ്. എന്റെ സുഹൃത്തുക്കളിൽ ആരെങ്കിലും വിവാഹമോചനം നേടി എന്ന് ഞാൻ പറയുമ്പോൾ കുട്ടിയുണ്ടോ? കുട്ടിയുണ്ടെങ്കിൽ എന്താ? ചിന്തിക്കാനുള്ള കഴിവ് ആരും നഷ്ടപ്പെടുത്തിയിട്ടൊന്നുമില്ല. പക്ഷെ അവര് ചിന്തിക്കുന്നില്ല. എന്നേക്കാൾ കൂടുതൽ എന്റെ മോൻ അവളെ സ്നേഹിക്കുമോ എന്നുള്ള ഒരു തോട്ട് വരുന്നത് തന്നെ തെറ്റല്ലേ? ഹായ്, ഹലോ, വെൽക്കം ടു ചിത്ര വീട്ടി ലൈറ്റ്സ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് വിഷമത്തോടു കൂടിയാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. ആക്ച്വലി ഇന്ന് എടുക്കണമെന്നോ കുറെ നാളുകളായിട്ട് മനസ്സിൽ വിചാരിക്കുന്നു. പക്ഷെ ഇന്ന് ഈ വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ച് ചെയ്യുന്നതല്ല. രാവിലെ എഴുന്നേറ്റ് ഞാൻ ജസ്റ്റ് ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്തപ്പോൾ കണ്ടത് ഫസീലയുടെ വാർത്തയാണ്. നിങ്ങളും കണ്ടിട്ടുണ്ടാവും. സ്ത്രീധന പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്തു. ഒരു 23 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ ആ കുട്ടിക്ക്. വിഭജിക്കയിൽ തുടങ്ങി അതുല്യയിലൂടെ തുടർന്ന് ഇപ്പൊ ഫസീലയിൽ എത്തി നിൽക്കുകയാണ് ഈ ഒരു മാസത്തിന്റെ ഒരു യാത്ര. സത്യത്തില് ഈ വാർത്തകളൊക്കെ വായിക്കുമ്പോൾ എനിക്ക് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ തോന്നുന്നുണ്ട്. നമ്മുടെ സമൂഹം ഇന്നു മുതലാണ് കുറച്ചൊക്കെ മാറി ചിന്തിക്കുക. എനിക്കറിയില്ല, ഇതിപ്പോ നിങ്ങൾ കാണുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ എന്റെ വാക്കുകളിൽ അല്പമെങ്കിലും പ്രതീക്ഷ വെക്കുമെന്നോ ഒന്നും പറഞ്ഞിട്ടല്ല. എന്റെ ഒരു പ്രതിഷേധം അറിയിക്കുക എന്നുള്ള ഒരു രീതി മാത്രമാണ് ഈ ഒരു വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഒരുപാട് ആളുകളിലേക്ക് എത്തി ഇതുകൊണ്ട് ഈ ഒരൊറ്റ വീഡിയോ ഞാൻ ചെയ്തത് കൊണ്ട് നാളെ മുതൽ എല്ലാം നന്നാവും അങ്ങനെയുള്ള മണ്ടൻ ചിന്തകളൊന്നും എനിക്കില്ല. പക്ഷെ പുതിയൊരു വീട്ടിലേക്ക് കടന്നു വരുന്ന ഒരു പെൺകുട്ടിയോട് നിങ്ങൾ കാണിക്കേണ്ടുന്ന ഒരു സാമാന്യ മര്യാദ, അത് നിങ്ങൾ കാണിക്കേണ്ടതാണ്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇങ്ങനെയുള്ള ഒരുപാട് ബാലിശമായിട്ടുള്ള പ്രവർത്തികൾ മൂലം ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിക്കുകയാണ് എന്ന് അറ്റ്ലീസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അതിപ്പോ വന്ന് കയറുന്ന വീട്ടിൽ അമ്മമാരായാലും മക്കളായാലും അല്ലെങ്കിൽ അമ്മായച്ചന്മാരായാലും നിങ്ങൾ അറിയേണ്ടത് നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾക്കൊരു മകള് കൂടി വരികയാണ് എന്നുള്ളതാണ്. അതിന്റെ അപ്പുറത്തേക്ക് ഓക്കെ, വല്ല വീട്ടിൽ നിന്നും കയറി വന്ന ഒരു പെണ്ണ് വന്നു എന്നുള്ള ഒരു ചിന്ത ഉണ്ടാകുമ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കുറെ ഡൗറിയായിട്ട് കയറി വരേണ്ടുന്ന ഒരു പ്രഹസനമല്ല വിവാഹം. രണ്ടാളുകൾ തമ്മിലുള്ള ഒരു പവിത്രമായിട്ടുള്ള ഒരു ബന്ധമാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഓക്കെ, നിങ്ങൾ വീട്ടിലേക്ക് വന്ന ഉടനെ ഇത്ര പവൻ സ്വർണം, ഇത്ര, എനിക്ക് പെൺകുട്ടികളോടും പറയാനുണ്ട്. ഇങ്ങനെ ചോദിക്കുന്ന ആളുകളോട് നമുക്ക് ബൈ പറയാൻ ഈസിയാണ്. ഓക്കെ, നമുക്ക് ഇങ്ങനെയുള്ള ബന്ധങ്ങൾ ആവശ്യമില്ല എന്ന് പറയാൻ. നിങ്ങളുടെ സൗണ്ട് എന്തുകൊണ്ടാ ഉയരാത്തതെന്ന് കുറെ നാളുകളായിട്ട് ഞാൻ ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഉപദ്രവിച്ചു തുടങ്ങുന്നു എന്ന് കാണുന്ന മാത്രയിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തിരിച്ച് പ്രതികരിക്കാൻ കഴിയാതെ പോകുന്നത് എന്നും ഞാൻ ചിന്തിക്കാറുണ്ട്. ആക്ച്വലി ചില സമയത്തൊക്കെ എനിക്ക് തോന്നാറുണ്ട് ചിലപ്പോൾ അനുഭവിച്ചാലേ ആ ഒരു വിഷമം മനസ്സിലാവുള്ളൂ. ഇപ്പൊ എത്ര കിടന്ന് ആളുകള് വിഷമിക്കുന്നു എന്ന് പറഞ്ഞാലും എനിക്ക് ആ ഒരു ഫീൽ ഉണ്ടാകാതെ എനിക്ക് ആ ഒരു വിഷമം മനസ്സിലാവില്ല. അതുകൊണ്ടായിരിക്കും എനിക്കിങ്ങനെ ചിന്തകൾ വരുന്നത് എന്നൊക്കെ ആദ്യമൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു. ഓക്കെ, എനിക്കിങ്ങനെ ചില ഉപദ്രവിക്കുന്ന മനുഷ്യരോട് ഇത്രയും കമ്മിറ്റ്മെന്റ് കാണിച്ച് അവരുടെ ജീവിതത്തിൽ തന്നെ അള്ളിപ്പിടിച്ച് നിൽക്കുന്നത് എന്തിനാണ് ആളുകൾ എന്നുള്ള ചിന്ത വരുമ്പോൾ ഞാൻ ഓക്കെ ഒന്നുകൂടി മാറിയിരുന്ന് ചിന്തിക്കാറുണ്ട്. ചിലപ്പം അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് വന്നാൽ ഞാനും അങ്ങനെയായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക. ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്ന് വിചാരിക്കുന്ന മനുഷ്യരെ ജീവിതത്തിൽ അങ്ങനെയുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സ് കൈവിട്ട് പോകുന്ന സാഹചര്യങ്ങളിലൊക്കെ ആത്മഹത്യ ചെയ്യുന്ന ആളുകളെ കാണുമ്പോൾ അയ്യോ, ഇത് ഒരിക്കലും ചെയ്യുമെന്ന് വിചാരിച്ചില്ലല്ലോ എന്നുള്ള ഒരു തോട്ട് നമുക്ക് കടന്നു വരാറുണ്ട്. പക്ഷെ ആ ഒരു അവസ്ഥയിലൂടെ പോകുമ്പോൾ ഓക്കെ, ചിലപ്പം നിങ്ങളുടെ ഏറ്റവും വലിയ ശരി അതായിരിക്കാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഒരു വലിയ ശരിയിലൂടെ നിങ്ങൾ എത്ര പേരെയാണ് ദുഃഖത്തിലേക്ക് കയറ്റിവിടുന്നത്. അല്ലെങ്കിൽ നിങ്ങളെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നിങ്ങളുടെ പേരൻസ് ആയാലും ഓക്കെ, നിങ്ങളെ ഇപ്പോ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള ഒരു 10% വിഭാഗം മാറ്റി നിർത്തിയാ ഓക്കെ, വാട്ട് ഇറ്റ് ഈസ്, ഒരു 50% തന്നെ ആയിക്കോട്ടെ, ബാക്കി 50% നമുക്ക് ഏറ്റവും ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് അതൊന്നും ചിന്തിക്കാത്തത്? ഇന്ന് ഓക്കെ, എനിക്ക് ഈ ജീവിതം മതിയായി എന്ന് തോന്നുന്ന നിമിഷത്തിൽ നിങ്ങൾ ആ ഒരു ജീവിതം മതിയാക്കിയ ഒരു കാരണത്തെ ഉപേക്ഷിച്ച് മുന്നിലേക്ക് നടക്കാൻ എന്തുകൊണ്ടാണ് ശ്രമിക്കാത്തത്?
എന്തുകൊണ്ടാണ് നിങ്ങൾ പുതിയൊരു തുടക്കത്തെക്കുറിച്ച് ചിന്തിക്കാത്തത് എന്നൊക്കെ എനിക്ക് എപ്പോഴും അതിശയം തോന്നാറുണ്ട്. പണ്ടത്തെ കാലഘട്ടത്തിലാണെങ്കിൽ ഓക്കെ, ആളുകൾക്ക് വിദ്യാഭ്യാസമില്ല, അല്ലെങ്കിൽ അത്രയും ഒന്നും ചിന്തിക്കാനുള്ള വകതിരിവില്ല, പോകാൻ ഒരിടമില്ല. അങ്ങനെ കുറേ റീസൺസ് കൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളുണ്ട്. അതിപ്പോ നമ്മുടെ അപ്പൂപ്പൻ അമ്മൂമ്മമാരൊക്കെ പറയുന്ന കഥകളിലൂടെയൊക്കെ നമ്മളെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ കുറെ കഥകൾ, അവരെ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ കുറെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ഇന്നത്തെ തലമുറയ്ക്കുള്ള ഒരു വലിയ നേട്ടം എന്ന് പറയുന്നത് അവരുടെ വിദ്യാഭ്യാസമാണ്. ഓക്കെ, വാട്ട് ഇറ്റ് ഈസ്, ഒരുപാട് വിദ്യാഭ്യാസം അവർക്ക് നേടാൻ കഴിഞ്ഞില്ല എന്ന് തന്നെ ഇരുന്നോട്ടെ. പക്ഷേ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് ചെറിയ ചെറിയ ജോലികൾ ഈ നാട്ടില് അവൈലബിൾ ആണ് എന്നുള്ളത് എന്താണ് ചിന്തിക്കാത്തത്? ഒരു 10ാം ക്ലാസ് മിനിമം യോഗ്യത പോലും ഇല്ലാത്ത ആളുകൾക്ക് വരെ ഇവിടെ സെയിൽസ് ഗേൾ ആയിട്ടും അല്ലെങ്കിൽ മറ്റ് ജോലികളിലും കയറാൻ പറ്റും. അവരതിനെ പ്രാപ്തരാക്കുന്നുണ്ട് എന്നൊക്കെ എന്താണ് നിങ്ങൾ ആലോചിക്കാത്തത്? എനിക്ക് വിദ്യാഭ്യാസം ഇല്ല, എനിക്ക് ഉയർന്ന ശമ്പളം ഇല്ല, അല്ലെങ്കിൽ എനിക്കൊരു ജോലി കിട്ടില്ല എന്ന് ആരാണ് നിങ്ങൾക്ക് മുൻവിധികൾ എഴുതുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്? ഓക്കെ, നമുക്ക് ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് നമ്മുടെ ലൈഫിലെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അതവിടെ വിട്ടിട്ട് തിരിച്ചൊരു വരവിനെ കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ടാണ് ആലോചിക്കാത്തത്? എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നു. വസീലയുടെ ആ ഒരു വാർത്ത എന്നെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്തിട്ടുണ്ട്. വിഭജികയുടെ കണ്ടപ്പോഴും ഞാൻ ഓർത്തു, എന്താണ് ഇങ്ങനെ ഇയാള്, നമുക്ക് എവിടെ നിന്നാണ് ഒരാളെ കല്യാണം കഴിച്ചാൽ അയാളെ ഉപദ്രവിക്കാനുള്ള ഒരു കൺസെന്റ് എവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? ഓക്കെ, അയാള് നമ്മളുടെ ഭാര്യയാണ്, അയാള് നമ്മുടെ ഭർത്താവാണെന്നിരിക്കട്ടെ. ആണെങ്കിൽ തന്നെയും നമുക്ക് അയാളെ മറ്റൊരു വ്യക്തിയാണ് അവര്, അല്ലെ? അവരെ ഉപദ്രവിക്കാനുള്ള ഒരു റൈറ്റ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഇതൊക്കെ മനുഷ്യർ എന്തുകൊണ്ടാണ് ചിന്തിക്കാത്തത്? എനിക്ക് മനസ്സിലാകാറേ ഇല്ല. പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്, ഓക്കെ, കുറച്ചു പേര്, ഒരു വിഭാഗം ആളുകൾ അങ്ങനെയായിരിക്കാം. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 50% വിഭാഗം അങ്ങനെ തന്നെയാണ്. നമ്മൾ കൊണ്ടുവരുന്ന ഭാര്യനെ നമുക്ക് തല്ലാം, അല്ലെങ്കിൽ നമ്മള് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന പെൺകുട്ടികള് നമുക്ക് കുത്തുവാക്കുകൾ പറയാം, നമുക്ക് ഡൗറി ആവശ്യപ്പെടാം. ഇത്, നിങ്ങൾ ഈ വിവാഹം എന്ന് പറയുന്ന ഒരു കച്ചവടം ആക്കുകയാണെന്നുണ്ടെങ്കിൽ കച്ചവടത്തിന് താല്പര്യമുള്ള ആളുകളെ കണ്ടുപിടിച്ച് കൊണ്ടുവരണം. ഓക്കെ, ഇത്ര കൊടുക്കാം വില്ലിങ് ആയിട്ടുള്ള ആളുകളെ വേണം. അല്ലാതെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് കുട്ടികളെ കല്യാണം കഴിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് പീഡിപ്പിക്കുകയല്ല വേണ്ടത്. ആക്ച്വലി ഈ ഡൗറി പരിപാടി മൊത്തത്തിലേ ഭയങ്കര നോൺസെൻസ് ആയിട്ടുള്ള കാര്യമാണ്. പെൺകുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ വിദ്യാഭ്യാസം കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം മാത്രം ഒരു വിവാഹത്തിലേക്ക് കടക്കുക. ഇത് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ പ്രാവർത്തികമാക്കുന്നത് വളരെ ചുരുക്കം ആളുകളിൽ മാത്രമാണ്. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടാകുക എന്നുള്ളത് നമ്മുടെ ഒരു ഭയങ്കര ഒരു വലിയ കൺസേൺ ആകേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോ നമുക്കൊരു ജോലിയുണ്ട്, മന്ത്ലി നമുക്ക് സാലറി കിട്ടുന്ന ഒരു ജോലിയാണ് നമുക്കുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ബലമാണത്. ഓക്കെ, നിങ്ങളിപ്പം നമുക്ക് ഏറ്റവും വലിയ ഉയർന്ന ഉദ്യോഗസ്ഥനെ ആയിരിക്കാം നമ്മൾ വിവാഹം കഴിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ വലിയ ഒരു പണക്കാരന്റെ വീട്ടിലേക്കാവും നമ്മൾ പോകുന്നുണ്ടാവുക. പക്ഷേ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇതൊന്നും നമ്മള് ഉണ്ടാക്കിയതല്ല, അല്ലെങ്കിൽ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയതിനേക്കാൾ വലുതല്ല അതൊന്നും എന്നുള്ള ഒരു ഫാക്ട് നിങ്ങൾ റിയലൈസ് ചെയ്യണം. എന്നാലേ നിങ്ങൾക്ക് മാറ്റം കൊണ്ടുവരാൻ പറ്റൂ. ഫസ്റ്റ് തന്നെ പേരൻസ് ആണ് അതിന് എന്താ ഒരു മുൻകൈ എടുക്കേണ്ടത്. ആക്ച്വലി നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് അത്യാവശ്യം വിദ്യാഭ്യാസം കൊടുക്കുക. നിങ്ങൾക്ക് ഡൗറി കൊടുക്കുന്നതിനേക്കാളും എത്രയോ വലിയൊരു കാര്യമായിരിക്കും നിങ്ങൾ അപ്പോൾ ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കണം. ഓക്കെ, പൂർണ്ണമായിട്ടും നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടത്ര വിദ്യാഭ്യാസം കൊടുത്താൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഏറ്റവും വലിയ കടമ നിങ്ങൾ ചെയ്തു കഴിഞ്ഞു. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പൊ ഒക്കെ നിങ്ങൾ കുട്ടികളെ വളർത്തി വലുതാക്കി പഠിപ്പിച്ചു. അപ്പോ നിങ്ങൾ തീരുമാനിക്കുകയാണ് എല്ലാ കാര്യങ്ങളും. ഓക്കെ, പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ ആ കുട്ടിക്ക് ഒരു ജോലി ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് നേടണമെന്നും അവള് ജോലിയിൽ മുന്നിലേക്ക് പോകണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്ന കുട്ടികളെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്ത് വിവാഹം കഴിപ്പിക്കാതിരിക്കുക. വളരെ ഓപ്പൺ ആയിട്ട് ഞാൻ പറയാണ്, ഓക്കെ, ഞാൻ ഞാൻ നിന്നെ പഠിപ്പിച്ചില്ലേ, ഞാൻ നിന്നെ വളർത്തിയില്ലേ, ഞാൻ നിനക്കൊരു വിദ്യാഭ്യാസം നൽകിയില്ലേ, നിനക്കിപ്പോ ജോലിയായില്ലേ, പിന്നെ നിനക്കിപ്പോ കല്യാണം കഴിച്ചാൽ എന്താ? ഓഫ് കോഴ്സ് അത് അവരുടെ ശരിയായിരിക്കാം. പക്ഷെ ഇക്കാലത്ത്, ഈ വരുന്ന കാലത്ത് അതൊരു വലിയ തെറ്റായി മാറാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കല്യാണം കഴിക്കണം എന്ന് തോന്നുന്ന പ്രായത്തിൽ നിങ്ങൾ കല്യാണം കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നത്? അല്ലെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. ഈ സമയത്ത് ഒരു പാർട്ണർ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കമ്പാനിയൻഷിപ്പ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, നല്ലതായിരിക്കും എന്നൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ ചെയ്തു കൊടുത്ത കാര്യങ്ങൾ പറഞ്ഞ് നിർബന്ധിച്ച് ഒരു വിവാഹത്തിലേക്ക് തള്ളിവിടുന്നത്?
ഇപ്പം കേവലം 23 വയസ്സുള്ള ഒരു കുട്ടി ജീവിതം മടുത്ത് ആത്മഹത്യ ചെയ്യാണ്. അപ്പൊ ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞത് എത്ര വയസ്സിലായിരിക്കും? അല്ലെങ്കിൽ ആ കുട്ടി എത്രത്തോളം എന്തായാലും സ്വമേധയാ സ്വന്തം ഇഷ്ടത്തിന് ഇങ്ങനെ 19ാമത്തെ വയസ്സിലേ കല്യാണം കഴിക്കുന്ന കുട്ടികളൊക്കെ ഇപ്പൊ വളരെ കുറവാണ്. അവർക്ക് മിനിമം ഒരു വിദ്യാഭ്യാസം നൽകുക. അപ്പൊ വിദ്യാഭ്യാസത്തിന് താല്പര്യമില്ലാത്ത കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ ഉടനെ കെട്ടിച്ചു വിടാം പഴയ രീതികളൊക്കെ നിങ്ങൾ മാറ്റിയെടുക്കുക. ആക്ച്വലി നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. വിദ്യാഭ്യാസം ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടാവാന് ഉള്ള വഴികൾ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ പേരന്റിങ്ങിൽ ഉൾപ്പെടുത്തിയാൽ കുറേ പ്രശ്നങ്ങളൊക്കെ മാറും. അതുപോലെ തന്നെ പെൺകുട്ടികളും മനസ്സിലാക്കേണ്ടുന്ന കാര്യം നിങ്ങൾ വിദ്യാഭ്യാസം നേടുക എന്നുള്ളതാണ്. നിങ്ങളിപ്പോ LLBക്ക് പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ IAS ആവണം, നിങ്ങൾ ഡോക്ടർ ആകണം എന്നുള്ളത് അല്ല ഞാൻ പറയുന്നത്. ആക്ച്വലി ഓക്കെ 5 വർഷത്തെ കോഴ്സാണ് MBBS പഠിക്കുക എന്നുള്ളത്. അതും നമ്മളെ കൊണ്ട് ചിലപ്പോൾ സാധാരണ ആളുകളെ കൊണ്ട് ചിലപ്പോൾ താങ്ങുന്നതാവില്ല. ചെറിയ ജോലികളാണെങ്കിലും നിങ്ങൾക്ക് വരുമാനം ഉണ്ടാവുകയും നിങ്ങൾ സാമ്പത്തിക ഭദ്രത കൈവരിക്കുകയും ചെയ്യുന്ന കോഴ്സുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഗവൺമെന്റ് കോളേജുകളിൽ തന്നെ അഡ്മിഷൻ കിട്ടുകയും അങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട് മുന്നോട്ട്. അപ്പോ നിങ്ങൾക്ക് ജോലി സാധ്യതയുള്ള ഏതെങ്കിലും ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുക, നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യുക, നിങ്ങൾ ഒരു ജോലി ചെയ്യുക, നിങ്ങൾ അതിന് എക്സ്പീരിയൻസ്ഡ് ആവുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഒരു വിവാഹത്തെ കുറിച്ച് ചിന്തിക്കുക. അപ്പോ നിങ്ങൾക്ക് കുറച്ചുകൂടി ചിന്തിക്കാനുള്ള വകതിരിവുണ്ടാവും. ഇപ്പോ ഞാൻ പറയാണ്, വിഭജിക ഒരു HR മാനേജറോ മറ്റോ ആയിട്ട് ജോലി ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു. അവൾക്ക് വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടല്ല, വിവരം ഇല്ലാഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ ആ കുട്ടിക്ക് വരുമാനം ഇല്ലാഞ്ഞിട്ടല്ല. ചില മനുഷ്യരോടുള്ള നമ്മളുടെ അകമഴിഞ്ഞിട്ടുള്ള ഒരു സ്നേഹക്കൂടുതലുണ്ട്. ഓക്കെ, അവര് നമ്മളെ ഉപദ്രവിക്കുകയാണെങ്കിലും, ഇനി അതല്ല സ്നേഹക്കൂടുതൽ അല്ലെങ്കിൽ നമ്മളെ നിവർത്തികേടെന്ന് നമ്മൾ വിളിക്കും. നമുക്കൊരു കുട്ടിയുണ്ട്. അതാണ് നമ്മളുടെ കാണുന്ന ഏറ്റവും വലിയ നിവൃത്തികേട്. അയ്യോ, ഒരു കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സ് ആയ ഒരു ആളോട് നമ്മൾ എപ്പോഴും ചോദിച്ചാ കുട്ടിയുണ്ടോ? നമുക്കിപ്പോ അറിവില്ലാത്ത ഒരാളാണെങ്കിൽ ആ കൊച്ചിന്റെ കുട്ടിയുണ്ടോ? എപ്പോഴും എപ്പോഴും ഉള്ള ഒരു ചോദ്യം, ഞാൻ എപ്പോഴും കേൾക്കാറുള്ള ഒരു ചോദ്യമാണ്. എന്റെ സുഹൃത്തുക്കളിൽ ആരെങ്കിലും വിവാഹമോചനം നേടി എന്ന് ഞാൻ പറയുമ്പോൾ കുട്ടിയുണ്ടോ? കുട്ടിയുണ്ടെങ്കിൽ എന്താ? കുട്ടിയുണ്ടെങ്കിൽ എന്താ? നമുക്കിപ്പോ മിനിമം വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാന്ന് തന്നെ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്തവർക്കും ഈ നാട്ടിൽ ജോലികളുണ്ട്. അല്ലാതെ ഒരുപാട് വിദ്യാഭ്യാസം ഉള്ളവർക്ക് മാത്രമേ ജോലി ചെയ്യാൻ പറ്റുള്ളൂ, അവരുടെ കുട്ടികളെ നോക്കാൻ പറ്റുള്ളൂ, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ പേരൻസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ബന്ധങ്ങളിൽ പെട്ട് നിങ്ങളുടെ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത് 90% നിങ്ങൾക്ക് തന്നെ കുറയ്ക്കാൻ പറ്റും. ചെറിയ ചെറിയ പിണക്കങ്ങൾക്ക് വീട്ടിലേക്ക് ഓടി വരണം എന്നോ അല്ലെങ്കിൽ ഓക്കെ മതി ഇത് ഇവിടെ വെച്ച് നിർത്താം, ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ രണ്ട് ആളുകളാണ്, രണ്ട് മനുഷ്യരാണ്. പ്രത്യേകിച്ചും രണ്ട് വീടുകളിൽ രണ്ട് അന്തരീക്ഷത്തിൽ ജീവിച്ച ആളുകളാണ്. ഉറപ്പായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ കൈ ഉയർത്തുകയും തല്ലുകയും ചെയ്യുന്ന ടോക്സിസിറ്റിയെ ഉൾക്കൊള്ളണമെന്ന് ഞാൻ പറയില്ല. പരസ്പരം പറഞ്ഞു തീർക്കുക, പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ച് അങ്ങനെയൊക്കെ തന്നെയാണ് മനോഹരമായിട്ടുള്ള ദാമ്പത്യ ജീവിതങ്ങളൊക്കെ. അതിപ്പോ നിങ്ങൾക്കിപ്പോ ഭയങ്കര ഓക്കെ ഓക്കെ ആയിട്ട് തോന്നിയിട്ടുള്ള റിലേഷൻഷിപ്സിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, സംസാരങ്ങൾ ഉണ്ടാകും, വർത്തമാനങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും. അത് അവർ കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു ബന്ധത്തിന്റെ ഭംഗിയിരിക്കുന്നത്. പുറമേ നോക്കുമ്പോൾ മെയ്ഡ് ഫോർ ഈച്ച് അതർ ആയിട്ടുള്ള എത്രയോ മനുഷ്യരെ വേർപിരിഞ്ഞു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടാറുണ്ട്. ഉള്ളിലുള്ള പ്രശ്നങ്ങള് മനുഷ്യര് പിന്നെ നമുക്ക് തോന്നുന്ന അടുത്ത അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ചിന്തയിലേക്ക് കടന്നു വരുന്ന അടുത്ത പ്രശ്നം അമ്മായിയമ്മമാരുടെയും നാത്തൂമാരുടെയും ബിഹേവിയർ ആണ്. അമ്മമാരെപ്പോഴും അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം, കല്യാണം കഴിഞ്ഞാൽ അയാൾക്കൊരു പാർട്ട്ണർ കൂടി വരുന്നു, ആ സാധനം കൂടി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, നമുക്ക് കല്യാണം കഴിപ്പിക്കണം എന്നാൽ അവരുടെ പാർട്ട്ണറെ അംഗീകരിക്കാൻ പറ്റില്ല, എന്റെ മകനോടുള്ള അവരുടെ ഇമോഷണൽ ബോണ്ട് താങ്ങാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുകയാണെങ്കിൽ കുറ്റമൊന്നും പറയുന്നില്ല. ദയവേത് നിങ്ങൾ നിങ്ങളുടെ മകനെ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കരുത്. അതല്ല, നാട്ടുകാരുടെ മുന്നിൽ കല്യാണം കഴിച്ചൊരു ഭാര്യ വേണം, പക്ഷെ അവര് തമ്മിൽ ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ എന്നേക്കാൾ കൂടുതൽ അവിടെ അതൊരു ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമല്ലേ? നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കിക്കോളൂ. നിങ്ങളുടെ അമ്മായിയമ്മ നിങ്ങളോട് അങ്ങനെ പെരുമാറിയിട്ടുണ്ടാവാം. ഓക്കെ, നിങ്ങളുടെ അമ്മായിയമ്മ അങ്ങനെയായിരുന്നു. എല്ലാ കഥകളിലും ഞാൻ കേൾക്കാറുണ്ട്, എന്റെ അമ്മായിയമ്മ കൊണ്ട് അങ്ങനെയായിരുന്നു, ഞാൻ അത്രയൊന്നും നിന്നോട് കാണിക്കുന്നില്ലല്ലോ. നിങ്ങളുടെ അമ്മായിയമ്മ അങ്ങനെയായിരുന്നു. ഓക്കെ, അവരൊരു തെറ്റായിട്ടുള്ള ഒരു രീതി നയിച്ചിരുന്ന ഒരു സ്ത്രീയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളും അങ്ങനെ തന്നെ ആകണം എന്നുണ്ടോ? അങ്ങനെ എവിടെ എഴുതി വെച്ചിട്ടില്ലല്ലോ. എന്റെ അമ്മായിയമ്മ ഒരു മോശം സ്ത്രീയാണെങ്കിൽ ഞാനും ഒരു മോശം അമ്മായിയമ്മ ഭാവിയിൽ ആയിരിക്കണം എന്ന് പറയുന്നതിൽ എന്ത് ലോജിക്കാണ് നിങ്ങൾ കാണുന്നത്? അതും എനിക്ക് മനസ്സിലാകുന്നില്ല.
അമ്മമാരോട് എപ്പോഴും എനിക്ക് പറയാനുള്ളത്, എന്താ പറയുന്ന, പണ്ടൊക്കെ പറയാറില്ലേ, തന്നോളം വളർന്ന താനെന്ന് വിളിക്കണം എന്ന്. അത്രേ ഉള്ളൂ. നമ്മളെക്കാളൊക്കെ പക്വതയും വിവരവുമുള്ള കുട്ടികൾ മുന്നിൽ വന്ന് നിൽക്കുന്ന സമയമാണിത്. ഇപ്പോ ഈ ഒരു പ്രായത്തിൽ എന്നേക്കാൾ ഇപ്പൊ 19, 18 വയസ്സുള്ള കുട്ടികളോട് കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ചിലപ്പം എന്നെക്കാളും വലിയ രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് പുതിയ പുതിയ ഐഡിയാസ് ഉണ്ടായിരിക്കും. ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഓക്കെ, നിങ്ങളിപ്പോ ഒരു അമ്മയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ മകനോട് ഒരു ഇമോഷണൽ ബോണ്ട് ഉണ്ട്, അവിടെ വരെ ഓക്കെയാണ്, വളരെ സേഫ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മകനോട് സ്നേഹമുണ്ട്, ആർക്കായാലും ഉണ്ടാവും. എനിക്ക് നാളെ ഒരു കുഞ്ഞുണ്ടാകുകയാണെങ്കിൽ എനിക്കും ഉണ്ടാവും എന്റെ കുഞ്ഞിനോട് സ്നേഹം. അപ്പോൾ സ്നേഹമുള്ള ഞാൻ ചെയ്യേണ്ടത് അവന്റെ പാർട്ട്ണറിനോട് കൂടി കുറച്ച് മര്യാദയായിട്ടും സ്നേഹമായിട്ടും പെരുമാറുക എന്നുള്ളതാണ്. അപ്പോൾ എന്റെ കുഞ്ഞ് നാളെ വിഷമിക്കേണ്ടി വരില്ല എന്നുള്ളതാണ്. ചിന്തിക്കാനുള്ള കഴിവ് ആരും നഷ്ടപ്പെടുത്തിയിട്ടൊന്നുമില്ല. പക്ഷെ അവര് ചിന്തിക്കുന്നില്ല. എന്നേക്കാൾ കൂടുതൽ എന്റെ മോൻ അവളെ സ്നേഹിക്കുമോ എന്നുള്ള ഒരു തോട്ട് വരുന്നത് തന്നെ തെറ്റല്ലേ? ഇപ്പോ സ്വന്തം പാർട്ണർ, അതായത് നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് സ്നേഹമായിട്ടിരിക്കണം എന്നല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അല്ലാതെ നിങ്ങളുടെ അമ്മായിയമ്മ നിങ്ങളോട് ഓക്കെ കുടിവാൾ എടുക്കണം എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അല്ലല്ലോ. കുറച്ചുകൂടെ മര്യാദയ്ക്ക് പെരുമാറിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ സ്വയം ചിന്തിക്കാറുണ്ടായിരുന്നില്ലേ അന്നത്തെ കാലത്തൊക്കെ അവരൊരു ഭയങ്കരിയാണെങ്കിൽ തന്നെ? അപ്പൊ നമ്മളൊരു ഭയങ്കരി ആവാതിരിക്കാനല്ലേ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ ഈ നാത്തുമാരൊക്കെ എന്തിനാണ് കല്യാണം കഴിഞ്ഞ് ആങ്ങളമാരുടെ കാര്യത്തിനകത്തോട്ട് കയറി തലയിടുന്നത്, അവരെ ശാസിക്കുന്നതെന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നേ ഇല്ല. അതിനുള്ള റൈറ്റ്സ് ഒക്കെ അവർക്ക് എവിടുന്നാണ് തന്നത്? നമ്മൾക്ക് ഒരാള് നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ എപ്പോഴും അതിഥി ദേവോ ഭവ എന്ന് പറയുന്ന ആളുകളാണ്. നമ്മുടെ വീട്ടിലേക്ക് ഒരു വിരുന്നുകാരിയായിട്ട് കയറി വന്ന് നമ്മുടെ കുടുംബത്തിൽ ഒരംഗമായി തീരേണ്ട ഒരാളാണ്. അയാൾക്ക് പുതിയെടുത്തെടുത്ത് പറിച്ചു നടുന്ന സമയത്ത് ഉണ്ടാകാവുന്ന ആ ഒരു ക്ഷീണവും ആട്ടവും ഒക്കെ നമ്മളാണ് പരിഹരിക്കേണ്ടത്. ഓക്കെ, കുഴപ്പമില്ല, ഇത് നിന്റെ വീടാണ്, നിനക്ക് ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് എൻഷുർ ചെയ്യേണ്ട സ്ഥലത്ത് നീ എന്താ ഇത്ര പൈസ കൊണ്ടുവരാഞ്ഞത്, നീ എന്താ ഇത്ര പണം കൊണ്ടുവരുന്നത്, നീ എന്താ എനിക്ക് കാറ് വാങ്ങിച്ചു തരാഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന്റെ പിന്നിലുള്ള ലോജിക്കിനെ കുറിച്ച് നിങ്ങൾ എന്താ ആലോചിക്കാത്തത്? നിങ്ങൾക്കൊരു കുടുംബം വേണം, അതുകൊണ്ട് നിങ്ങൾ കല്യാണം കഴിച്ചു. ഓക്കെ, അവിടെ നിങ്ങൾക്ക് ഭംഗിയുള്ള ഒരു കുടുംബം സൃഷ്ടിച്ചു കഴിഞ്ഞു. അതായിരുന്നു നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ഒരു ബേസ്. അതിന്റെ അപ്പുറത്തേക്കില്ല. അവള് കൊണ്ടുവന്ന സ്വർണം നോക്കിയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യമേ പറയാം. അല്ലാതെ ചതിച്ചു കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഉപദ്രവിച്ച് നിങ്ങൾ നേടുന്നതൊന്നും ഒരു നേട്ടമല്ല. അതിനൊക്കെ നിങ്ങൾ അനുഭവിക്കും എന്നുള്ളത് ഭയങ്കര സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തോ അതുല്യയുടെ ഭർത്താവ് ഇപ്പോ പറയുന്നുണ്ടായിരുന്നു, ഞാൻ 6 വർഷമായിട്ട് എന്റെ അമ്മയോട് മിണ്ടാറില്ല, അവൾക്ക് അത് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് മിണ്ടാത്തത്. ഞാൻ എപ്പോഴും ഓർക്കും, ഓക്കെ അവൾക്ക് ഇഷ്ടമല്ല, ഓക്കെ എന്റെ പാർട്ട്ണർക്ക് എന്റെ അമ്മയോട് മിണ്ടുന്നത് ഇഷ്ടമല്ല എന്ന് പറയുമ്പോ ഓക്കെ ഞാൻ അപ്പൊ തന്നെ ഓക്കെ നാളെ മുതൽ ഞാൻ എന്റെ അമ്മയോട് മിണ്ടുന്നില്ല എന്ന് വിചാരിക്കുന്നതാണോ ഒരു നല്ല പാർട്ട്ണർഷിപ്പ്? എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ ഒരു നല്ല പാർട്ട്ണർ ആവണമെങ്കിൽ അവര് പറയുന്ന എല്ലാം അനുസരിക്കണം. അവര് പറയുന്ന ലോജിക്ക് ഇല്ലാത്ത മണ്ടൻ ചിന്തകളും അല്ലെങ്കിൽ അവരുടെ അനാവശ്യമായ വാശികളും ഒന്നും അംഗീകരിച്ചു കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. ഇപ്പൊ അതിലേക്ക് അങ്ങനെ ഒരു വാശി ഉണ്ടായിരുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ, അയാൾ എന്തിനാണ് അത് അനുവദിക്കുന്നത്? അയാൾക്ക് നാട്ടിലേക്ക് പോകാമായിരുന്നു, അയാൾക്ക് അയാളുടെ അമ്മയെ കാണാമായിരുന്നു. എന്ത് ചെയ്യും? വഴക്കുണ്ടാക്കുമായിരിക്കും, ബഹളം ഉണ്ടാക്കുമായിരിക്കും. ഓക്കെ, ജസ്റ്റ് ലീവ് ഇറ്റ്, വിട്ടേക്കുക. എന്തിനാണ്? എന്റെ അമ്മയെ കണ്ടതുകൊണ്ട് അവൾ ഉണ്ടാക്കാവുന്ന വഴക്കുകളൊക്കെ അത് ശരിയായ കാര്യമല്ലല്ലോ. നമുക്കറിയാമല്ലോ, ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കുമ്പോ അറിയാലോ. അല്ലാതെ അതുല്യ കാരണം ഞാൻ എന്റെ അമ്മയോടും അച്ഛനോടും മിണ്ടാറില്ല, അത്ര എനിക്ക് സ്നേഹമാണെന്നൊക്കെ അയാൾ പറയുമ്പോ എനിക്ക് ഇയാളിത് എന്താണ് ഇങ്ങനെ എന്നാ ചിന്ത വരുന്നത്. എന്നോടിപ്പോ എന്റെ അമ്മയോട് സംസാരിക്കരുത് എന്ന് ഒരാൾ വിലക്കാണെങ്കിൽ എനിക്ക് എന്റെ അമ്മയോട് സംസാരിക്കാതിരിക്കാൻ പറ്റുമോ? എന്നെ ഇത്രയും വളർത്തി വലുതാക്കി എന്നെ ഒരു ജോലിക്കാരിയാക്കി ഓക്കെ എന്നെ ഒരു വീട്ടിലേക്ക് വിവാഹം കഴിപ്പിച്ച് അയക്കാൻ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് എന്റെ അമ്മയോട് ഞാൻ എന്തിനും മിണ്ടാതിരിക്കണം? കാര്യങ്ങളും കാരണങ്ങളും ഇല്ലാതെ എന്റെ ഭർത്താവ് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ മിണ്ടാതിരിക്കുന്നു? എല്ലാ കാര്യത്തിനും നമ്മള് കുറച്ചൊക്കെ ചിന്തിക്കണ്ടേ? വസീലയുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ 23 വയസ്സുള്ള ഒരു കുട്ടിക്ക് ദാമ്പത്യ ജീവിതം മൂലം ജീവിതം മടുത്തു പോയിരിക്കുന്നു. നിങ്ങൾ എന്തൊരു പരാജയപ്പെടുകയാണ്. പുരുഷന്മാരെ എല്ലാരെയും നമ്മൾ ഒറ്റയടിക്കൊണ്ട് ഓക്കെ അടച്ചാക്ഷേപിക്കുകയല്ല ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ ഇങ്ങനെയാണ് കാണിക്കുന്നത്. നമ്മൾ എപ്പോഴും വൈറ്റ് കോളർ ജോബുള്ള ഒരാളെ സെലക്ട് ചെയ്യുന്നു. ഓക്കെ വാട്ട് എവർ ഇറ്റ് എന്തോ ആയിക്കോട്ടെ, നമ്മളെ ലൈഫ് സെക്യൂർ ആവാൻ വേണ്ടി ആയിരിക്കാം ചെയ്യുന്നുണ്ടാവുക. അറ്റ്ലീസ്റ്റ് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ അവരുടെ ടോക്സിസിറ്റി അല്ല, അല്ലെങ്കിൽ അവരുടെ പൊസസീവ്നെസ് ഒക്കെ നമ്മൾ ഓക്കെ അവർക്ക് എന്നോട് ഭയങ്കര കെയറിങ് ആണ് എന്നൊക്കെ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് കുറച്ച് ലോജിക് വെച്ച് ചിന്തിക്കണം. അതുപോലെ തന്നെ ഒരു വിവാഹം കഴിക്കുന്നതിന് കുറച്ച് നാള് ഗ്യാപ്പ് വേണം.
എന്നാലേ നമുക്ക് ഒരാളോട് അല്ലെങ്കിൽ എൻഗേജ്മെന്റ് കഴിഞ്ഞതിന് ശേഷം ഈ വിവാഹം വേണ്ടാന്ന് പറയുമ്പോൾ ഇല്ല നാട്ടുകാർ മൊത്തം അറിഞ്ഞു നീ ഇവളെ കല്യാണം കഴിച്ചേ പറ്റുള്ളൂ എന്നുള്ള പറയുന്ന ഒരു പേരന്റിങ് മാറണം. എങ്കിലേ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. നമുക്ക് വേണ്ടാന്ന് ഒരു നിമിഷം തോന്നൽ എല്ലാം വലിച്ചെറിഞ്ഞിട്ട് വീട്ടിൽ വന്നിരിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതവിടെ വിട്ടേക്കുക. വീണ്ടും 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 ഇൻവെസ്റ്റ് ചെയ്ത് വീണ്ടും 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 നമ്മൾ ഫെയിൽ ആയിക്കൊണ്ടേയിരിക്കുന്നത് ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമല്ലേ? നിങ്ങൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല, നാളെ നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ നിങ്ങൾ ആത്മഹത്യയുടെ വക്കിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് മാറി ചിന്തിച്ചൂടെ? ഓക്കെ എനിക്കൊരു കുട്ടിയുണ്ട്, ഓക്കെ കുട്ടിയെ കൊണ്ട് നിങ്ങൾ ഇറങ്ങുക, നിങ്ങൾ വീട്ടിൽ സംസാരിക്കുക. ഓക്കെ വീട്ടുകാർ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ജോലി സമ്പാദിക്കാൻ ശ്രമിക്കുക, നിങ്ങളുടെ കുട്ടിയെ ഡേ കെയറിലാക്കുക. നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് നല്ലൊരു സുഹൃത്തുക്കൾ ഉണ്ടാവില്ലേ? ഓക്കെ ആരും ഉണ്ടായില്ലേ, നിങ്ങൾക്ക് നിങ്ങൾ തന്നെയെങ്കിലും ഉണ്ടാവണ്ടേ? ചിന്തിക്കേണ്ടത് ഏറ്റവും വലിയ കാര്യമാണ്. ഓക്കെ ചിന്തിച്ച് ഇപ്പോ ഒറ്റ നിമിഷം കൊണ്ട് നിങ്ങളുടെ ചിന്തകളൊക്കെ ഇത് ഞാൻ ഈ പറയുന്നത് കൊണ്ട് നിങ്ങൾ മാറുമെന്നല്ല. ഒരാളെങ്കിലും ഓക്കെ പറയുന്നതിൽ എന്തെങ്കിലും ഒരു കഴമ്പുണ്ടെന്ന് വിചാരിച്ചൊക്കെ ഞാനത് ചെയ്യാൻ പാടില്ല. എന്റെ കുട്ടിക്ക് നാളെ ആരും ഇല്ലാതാവും. എല്ലാരും ചെയ്യുന്ന ഇപ്പൊ എന്താ കുട്ടിയെ കൂടി കൊന്നുകളയുക. നമ്മൾ ഒരു ജീവനെ കൂടെ നമുക്ക് എവിടുന്നാണ് അതിനുള്ള റൈറ്റ് കിട്ടുക? ഓക്കെ നമ്മളെ ദൈവം നിയോഗിച്ചു, അങ്ങനെ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ നിയോഗിച്ചു എന്നുള്ള ലൈഫ് അവിടെ വെച്ച് തീർത്ത് കളയുക എന്നുള്ള അങ്ങനെ ഒരു റൈറ്റ് നമുക്കില്ല. ആ കുട്ടി ഇനിയും ജീവിതം കാണേണ്ടതാണ്. ഒരുപാട് നിറങ്ങൾ കാണേണ്ടതുണ്ട്. അതിന്റെ ജീവിതം ഒരുപാട് കളർഫുൾ ആവേണ്ടതായിരുന്നു. നമ്മളൊന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ അതുകൂടെ നമ്മൾ എപ്പോഴും ചിന്തിക്കണം.